Hi everyone, welcome back to Cake and Flakes. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു അടിപൊളി റെയിൻബോ കേക്കാണ്. നമ്മളിതിനു മുൻപ് വെൽവെറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസത്തിലാണ് നമുക്ക് ഈ ഒരു റെയിൻബോ കേക്കും നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെയിൻബോ കേക്ക് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ബട്ടർ ബീറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിതിലോട്ട് നമ്മളുടെ എഗ് വൈറ്റ്സ് എടുത്ത് വെച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റായി വരുമ്പോൾ ഇതിലോട്ട് വാനില എസൻസ്, ഞാൻ ക്ലിയർഡ് വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് ഇനി നമ്മൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബാറ്റർ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് മൈദപ്പൊടിയുടെ മിക്സ് ഇടാണ്. ഇതിലോട്ട് നമുക്ക് നമ്മളുടെ ബട്ടർ മിൽക്ക് മിക്സ് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് കുറച്ചും കൂടി മൈദ മിക്സ് ആഡ് ചെയ്യാം. നമുക്കൊരു 3 ഇൻ്റർവെല്ലായിട്ട് നമുക്ക് ഈ മിക്സും മിൽക്ക് മിക്സും ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബീറ്ററിൻ്റെ ബൗളിൽ ഇത് മൊത്തം കൊള്ളൂല. അപ്പോൾ എന്തായാലും ബൗളിലോട്ട് മാറ്റിയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 6 ഈക്വൽ ബാറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ 6 കളേഴ്സാണ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ 6 കളേഴ്സ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡിവിഷനിൽ കുറച്ച് ബാറ്റർ എടുത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ആരോമാറ്റിക്കിൻ്റെ കളേഴ്സാണ് റെയിൻബോ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്ത് വെച്ചേക്കണത്. നിങ്ങൾക്ക് അത്രയും കളർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു കളറാണ് കിട്ടുക. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനിലോട്ട് നമ്മൾ ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് പിങ്ക്, നെക്സ്റ്റ് ഓറഞ്ച് കളർ, ബ്ലൂ കളർ, വയലറ്റ് കളർ, യെല്ലോ കളർ, ഗ്രീൻ കളർ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയാണ് ലെയേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ലെയർ മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേക്കിനെ. അപ്പോൾ നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അധികം ഡിസൈനിങ് ഒന്നുമില്ല, സിമ്പിളായിട്ടൊന്ന് ഐസിങ് ചെയ്യാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്യാം. അപ്പം ഞാൻ N1 നോസിൽ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ചെറിയ ഡിസൈനാണ് ചെയ്യാൻ പോണത്. റൗണ്ട് അടിച്ചിട്ട് കയറ്റി വെക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊരു സ്പ്രിങ്കിൾസ് ഞാനിതിൻ്റെ മേലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമ്മളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. Until then, take care. Bye bye.